25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവല്ലയിലെ സീറ്റ് പിടിച്ചെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDF-നോടൊപ്പം മത്സരിച്ച് 7 സീറ്റിലാണ് പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞതെന്ന് പാർട്ടി സംസ്ഥാന ട്രഷറർ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പത്തനംതിട്ട ജില്ലയിൽ നിർണായകമായ സ്വാധീനമാണ് ഉള്ളത്. അരനൂറ്റാണ്ടിനു മുമ്പ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും നിരവധി നേതാക്കളെ സംഭാവന ചെയ്യാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി കൈവിട്ടുപോയ പാർട്ടിയുടെ സീറ്റാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് വർഗീസ് മാമനിലൂടെ പാർട്ടി തിരുവല്ലയിൽ തിരിച്ചു പിടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 8 സീറ്റിൽ മത്സരിച്ചു, 7ലും വിജയിച്ച് സംസ്ഥാനത്തെ UDF-ന്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയായി ജോസഫ് ഗ്രൂപ്പ് മാറി. നമ്മളോടൊപ്പം ചേരുന്നത് പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ ഡോക്ടർ എബ്രഹാം കലമണ്ണിലാണ്. എങ്ങനെയാണ് ഈ വിജയം പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞത്? ഇത് പിണറായിയുടെ അഹങ്കാരത്തിനൊരു മരുന്ന് ജനം കൊടുത്തതാണ്. വീണ ജോർജിന്റെ അഹങ്കാരം, പിണറായിയുടെ അഹങ്കാരം, ഇടതുപക്ഷത്തെ ഞാൻ എല്ലാവരെയും അങ്ങ് പറയുന്നില്ലെങ്കിൽ പോലും ജനങ്ങളോട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ പിണറായി അങ്ങോട്ട് ഏകാധിപത്യം, വലിയ ആളാ. ഇനി എന്നെ ഇവിടെ ആര് തോപ്പിക്കും? ഞാനായിരിക്കും ഏക കേരളത്തിലെ എന്നും കൊടികുത്തി വാഴാമെന്ന് ധരിച്ച പിണറായിക്ക് കൊടുത്ത അടിയാണ് ഞങ്ങളുടെയൊക്കെ ഈ വിജയം. ന്യായമായി കേരളം ഭരിക്കുകയായിരുന്നുവെങ്കിൽ LDF-ന് ഒരു പക്ഷേ 65, UDF-ന് 75 കിട്ടും. തീർച്ചയായിട്ടും സാധാരണ നമ്മൾ കണ്ടുവരാണ്. എന്റെ ഈ 50 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നമ്മൾ ഒരിക്കലും 100ഉം 90ഉം കയറണമെങ്കിൽ അഹങ്കാരം ഉണ്ടാകണം. എപ്പോഴും അഹങ്കാരം ഒരു വലിയ ആപത്താണ്. ഞങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനാണോ? എവിടുന്നാണ് നമ്മൾ വന്നത്? നമ്മൾ വലിയ രാജകുടുംബത്തിൽ നിന്ന് വന്നവരാണോ? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും നമുക്കറിയാം താഴേക്കടയിൽ നിന്ന് വന്നവരാ. കരുണാകരൻ, EMS നമ്പൂതിരിപ്പാട്, ഈവൻ VS അച്യുതാനന്ദൻ, നമ്മുടെ EK നയനാര്, ഇവരൊക്കെ അവരുടെ പാരമ്പര്യവും മാതൃകയും താഴ്മയും ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ്. പക്ഷെ ഞങ്ങളൊക്കെ സഹി കിട്ടുപോയി. കടക്ക് പുറത്ത് ഇവൻ ജനം പറയും നീ കടക്ക് പുറത്ത്. ഈ കേരളത്തിലെ ജനങ്ങള് വളരെ പ്രബുദ്ധരാണ്. ഇത്ര രാഷ്ട്രീയം അറിഞ്ഞ് ലോകത്ത് അമേരിക്കയിൽ പോലും അമേരിക്കൻ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് പോലും ഇത്രയും ഒരു വിവരം ഉണ്ടെന്നില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ വിവരമുള്ളവരാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ VD സതീശൻ പറഞ്ഞു 100 സീറ്റ് വേണ്ടി ഞാൻ കടന്നത്. കാരണം ഈ ജനങ്ങളുടെ പോക്ക്, നമ്മളെല്ലാം ജനങ്ങളുമായിട്ടല്ലേ ബന്ധപ്പെടുന്നത്. 100 സീറ്റുമായി കടന്നു വരുമെന്ന് പറഞ്ഞാൽ VD സതീശന് 102 വരാൻ കഴിഞ്ഞു. എന്തൊരു അത്ഭുതമാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. PJ ജോസഫ് ചെയർമാൻ എന്ന രീതിയിൽ PJ ജോസഫിന്റെ കൊടിക്കീഴിൽ ഞങ്ങൾക്ക് 7 MLA-മാരെ വാർത്തെടുക്കുവാൻ കഴിയും. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ രണ്ടാമത്തെ കക്ഷിയാണ്. പക്ഷെ കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസിന്റെ വേരോട്ടം വളരെ വലുതാണ് എന്നൊരിക്കൽ കൂടെ തെളിയിക്കുവാൻ ഞാൻ കഴിയും. ഞങ്ങൾക്ക് ജനങ്ങളോട് നന്ദിയുണ്ട്. വർഗീസ് മാമൻ ഒരു നല്ല ഒരു ആത്മീയ നേതാവിന്റെ മകനാണ്, ഒരു പുരോഹിതന്റെ മകനാണ്. അദ്ദേഹം നല്ല മാതൃകയുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. ഞങ്ങളുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, UDF-ന്റെ ചെയർമാന്, യൗവനക്കാരൻ, ചെറിയ പ്രായത്തിൽ കടന്നു വന്നു ഈ MLA സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം തിരുവല്ലയിൽ അത് നിലനിർത്തും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളാണ് തിരുവല്ല മുഴുവൻ എക്കാലവും ഭരിച്ചത്. ഫിലിപ്പോസ് ആയാലും മാമൻ മത്തായി ആയാലും എലിസബത്ത് ആയാലും എല്ലാവരും, ഈവൻ PC തോമസ്, കേരള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ, ഈ ജോൺ വള്ളക്കാരി അടക്കം എല്ലാവരും ഭരിച്ച് വാണ തിരുവല്ലയിൽ വർഗീസ് മാമൻ ഈ യുവതലമുറയുടെ നേതാവായി തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പത്തനംതിട്ടയിൽ 4 സീറ്റ് ജയിച്ചു. RN അബിൻ വർക്കിയുടെ വിജയം വലിയ വിജയമാണ്. ആ വിജയത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിഞ്ഞുകൂടാ. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അവൻ ഓടി വന്നു.
വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ ലീഡ് കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് കവിഞ്ഞതായ പരതാപകരമുണ്ടോ? സ്വന്തം നാട്ടിൽ സ്വന്തം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും ലീഡ് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? ജനങ്ങൾ വെറുത്തു. ജനങ്ങൾ ഇവരെ അങ്ങ് വെറുത്ത്. ഇവരുടെയൊക്കെ അഹങ്കാരം കണ്ടാൽ എന്നും എന്റെ കാര്യം കയറണം. ഇനിയും ജീവിതത്തിൽ വീണ ജോർജിന് ആറന്മുളയിൽ മത്സരിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. പലരും വരുകയും പോകെ ചെയ്യും. പക്ഷേ ഞാൻ നോക്കട്ടെ, KC രാജഗോപാല് ആറന്മുളയിൽ മത്സരിച്ച ഒരാളല്ലേ. അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹം ജയിച്ചില്ലേ? അദ്ദേഹം ജയിച്ചപ്പോഴല്ലേ പറഞ്ഞ ആറന്മുള വിമാനത്താവളം കൊണ്ടുവന്ന്. അച്യുതാനന്ദ കാലത്തല്ലേ പറഞ്ഞത്? അദ്ദേഹം ജയിച്ചപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞു, ആറന്മുള വിമാനത്താവളം ഞാൻ പ്രാവർത്തികമാക്കും. ചെയ്തു. NOC കൊണ്ടുവന്നു, സകല കാര്യങ്ങൾ ചെയ്തു. പിണറായി വന്നപ്പോൾ പിണറായിക്ക് അച്യുതാനന്ദൻ കൊടുത്ത പ്രോജക്റ്റുകൾ വേണ്ട, ഇതിവിടെ നശിപ്പിക്കണം. അതിനുവേണ്ടി ആറന്മുള വിമാനത്താവളത്തെ തകർത്തു. ഇനിയും ആറന്മുള വിമാനത്താവളം വരണം. അതാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം. ഉമ്മൻചാണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു പ്രോജക്റ്റാണിത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. എല്ലാവരുടെയും അനുഗ്രഹാസിലൂടെ ഇനിയും ആറന്മുളയിൽ പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വേണം. അതിന്റെ ഭൂമിയൊക്കെ അവിടെ കിടപ്പുണ്ട്. എല്ലാ സംവിധാനവും അവിടെ ഉണ്ട്. അത് വരും. അതിനുവേണ്ടി NRIക്കാര് ഒഴുകുകയാണ്. ഇപ്പം പറയാണ്, ഞങ്ങൾ മണം മുഴുവൻ ചെലവാക്കിക്കോളാം. ഒരു നല്ല കമ്പനി ഉണ്ടാക്കി. ആൻഡ്രൂ പത്തനംതിട്ട ശക്തനായ MP ആണ്. 4 MLA പത്തനംതിട്ടയിലുണ്ട്. അവർ വിധയുടെ കൂടുമ്പോൾ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ ഞങ്ങളുടെ നിശ്ചയമായിട്ടും ഇത് ഞങ്ങൾ പ്രാവർത്തികമാക്കും എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭം ഓർമ്മിപ്പിക്കാനുള്ളൂ. നല്ല വിജയം വരിക്കാൻ കഴിഞ്ഞ ജനങ്ങളോട് ഞങ്ങൾ അങ്ങേയറ്റം ജനങ്ങളെ അവർക്ക് എല്ലാവിധമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ എന്ന നിലയിൽ PA ജോസഫ് സാർ, അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിന്റെ ഈ നാളുകളിൽ അദ്ദേഹം നിന്നില്ല. അദ്ദേഹത്തിന്റെ മകൻ അപ്പു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഭൂരിപക്ഷത്തോടാണ് ജയിച്ചത്. അദ്ദേഹത്തിന്റെ നല്ല മാതൃകയാണ്. താൻ പ്രായമായപ്പോൾ പറഞ്ഞു, മകൻ നിൽക്കട്ടെ അവിടെ. പിന്നെ ഇതിനോടൊപ്പം തന്നെ ജോസഫ് ഗ്രൂപ്പ് സന്തോഷിക്കുമ്പോൾ മറുഭാഗത്ത് അച്ഛനോടൊപ്പം തന്നെ ദീർഘകാലം രാഷ്ട്രീയ പാരമ്പര്യമുള്ള KM മാണിയുടെ ഇപ്പോൾ ജോസ് K മാണിയും 12 MLA-മാരും പരാജയത്തിന്റെ മധുരം നുണയുകയാണ്. എങ്ങനെയാണ് അത് പറയുമ്പോഴേ ദുഃഖത്തോടെ പറയത്തുള്ളൂ. ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് പറ്റിയ പരാജയം എന്തുകൊണ്ടാണ്? ബുദ്ധികേടിൽ പറ്റിയതാണ്. ബുദ്ധികേടിൽ പറ്റിയതാണ് ഈ പരാജയം. എന്തുകൊണ്ട് പറ്റിയതാ? ജോസ് K മാണി UDF-ൽ വരാൻ തയ്യാറെടുത്തു, വന്നു, ഓൾറെഡി തീരുമാനം എടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഒരു കാര്യമായി അവരോർത്ത് എന്നും അങ്ങ് പിണറായി വിജയനായിരിക്കും ഈ രാജ്യം വരുന്നത്. ജോസ് K മാണിക്ക് അതറിയായിരുന്നു. പക്ഷെ അദ്ദേഹം കണ്ടിനി ഇതിനെ മുറിക്കുന്നില്ല. ഇനിയും ജോസ് K മാണി ഞാൻ പറയുന്നു, എത്രയും പെട്ടെന്ന് LDF-നെ വിട്ടിട്ട് UDF-ൽ വരണം. UDF-ൽ വരാതെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവ് പാലായി ജയിക്കത്തില്ല. അത് UDF-ൽ വന്ന് കേരള കോൺഗ്രസ് നിൽക്കുമ്പോൾ മാണി സാറിന്റെ ജീവിതത്തിൽ തോറ്റിട്ട് അത് മണ്ഡലമാണ്. മാണി സാറിന് തീർത്തി കൊടുത്തതാണ്. പാലായിലെ മാണിക്യം എന്ന് പറയുന്നത്. പാലായിലെ മാണിക്യമാണ് അദ്ദേഹത്തിന്റെ ഏക പുത്രൻ ജോസ് K മാണി തോറ്റതിൽ ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല, ഞങ്ങൾ ദുഃഖിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് നല്ല മനസ്സ് വരട്ടെ, അദ്ദേഹം UDF-ൽ കടന്നു വരട്ടെ. എന്റെ അഭിപ്രായം LDF കൊടുത്ത രാജ്യസഭ വലിച്ചെറിയണം. എറിഞ്ഞിട്ട് ഞാൻ ആരുമില്ലെങ്കിലും ഞാൻ UDF-ന്റെ ഘടകകക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ UDF-ന് വേണ്ടെന്ന് പറഞ്ഞാലും UDF-കാരും കൈവിടത്തില്ല. അങ്ങനെ സംസ്ഥാനത്തെ UDF-ന്റെ തേരോട്ടത്തിൽ നിർണായകമായ പങ്കാണ് പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വഹിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.